അർഹമുറാഹിമേ കാട്ടിത്താറിവിൻ പൂന്താരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പം മക്കളെ ഒന്നരാടുള്ളൂല്ലേ വീഡിയോ ഇടാൻ ഇവിടെ വയ്യായും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഉമ്മാക്ക് വയ്യ, അതേപോലെ ബേബിയൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്, ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം എല്ലാ ശനിയും ഞായറും ഞാനിവിടെ ലേഹ്യവും എണ്ണയൊക്കെ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഒഴിവില്ല മക്കളെ. ഒന്നാമത് എനിക്ക് തന്നെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ശബ്ദത്തിനൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും. ഒന്നാമത് നമ്മളെ അടുക്കള ഭാഗമല്ലേ, ഹോസ്പിറ്റൽ ഹൗസ് അല്ലേ, അപ്പോൾ വെറും ചൂടാണ്. ഈ ലേഹ്യമൊക്കെ നേരം വെളുക്കോളം ഇരുന്ന് ഇളക്കുമ്പോഴേ അത് കഴിഞ്ഞാൽ എണ്ണ ഉണ്ടാക്കണം അടുത്ത ട്രിപ്പ്. കാക്കു കൂടി തരും കേട്ടോ. കാക്കുവിൻ്റെ കയ്യിന് ഇപ്പോൾ ഭയങ്കര വേദനയാണ്. വലത് കയ്യിന് എന്തോ ഒരു ഞരമ്പ് എന്തോ ഒരു സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞാൻ ഈ നോമ്പിന് ചെയ്തോളി മനസ്സാന്നാൽ പിന്നെ നമുക്ക് എന്താ കുറച്ചൊക്കെ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. നോമ്പിന് അങ്ങനെ വല്ലാതെ കച്ചവടമൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പരും തന്നെ ഇന്ന ഒറ്റക്കാക്കാനാവില്ല എന്ന് കരുതിക്കാണ്ട് അതങ്ങനെ ചെയ്യാതെ കൊണ്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് അതിൻ്റെ അടിയിൽ കഴിഞ്ഞു. ആ ഗ്യാസും കുറ്റി ഒന്നാണ് മാറ്റട്ടെ, അപ്പം ചൂടട്ടെ, ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഒന്നാണ് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസമായി എടുത്ത് വെച്ചിട്ട് വീഡിയോസ് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കോളം ലേഹ്യ ഇളക്കലും എണ്ണ ഇളക്കലും, അടിയിന്നും ചൂട് മേലൊന്നും ചൂട്. ഹോസ്പിറ്റൽ ഹൗസ് അല്ലേ, അതങ്ങോട്ട് ചൂടിൽ ഞാനിങ്ങനെ കടന്നുകാണ്ട് വേവാണ് മക്കളെ. പിന്നെ ലേഹ്യം ഉണ്ടാക്കണമെന്ന് പറയുമ്പോണ്ടല്ലോ, നന്ദി നേരം വെളുക്കോളം തന്നെയല്ലേ പണി, ലേഹ്യം ഉണ്ടാക്കലും എണ്ണ ഉണ്ടാക്കലും. അന്ന് തന്നെ ഞാൻ എണ്ണ അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. എന്നാൽ പിന്നെ ഒരു 10 പണി എടുക്കണ്ടല്ലോ. ഇന്നിപ്പോൾ ലേഹ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരം വെളുക്കോളം അളക്കണ്ടേ, എന്നാൽ പിന്നെ അപ്പുറത്തെ ചെമ്പിൽ നമുക്ക് എണ്ണ ഉണ്ടാക്കിയാൽ രണ്ടും കൂടി അങ്ങോട്ട് നോക്കി നിൽക്കാമല്ലോ എന്ന് കരുതിക്കാണ്ട് അപ്പം പെലച്ചക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിക്കാണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഒരുങ്ങുക കേട്ടോ. എന്നാൽ പിന്നെ എന്താണെന്നോ, നമ്മൾ കടക്കലൊന്നുമില്ലല്ലോ. 3-3:30 ആകുമ്പോൾ ഞാൻ കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് ചോറും കൊടുക്കും. ഞങ്ങൾക്ക് പിന്നെ ഉറക്കില്ല കേട്ടോ. അന്നത്തെ ദിവസം ഇച്ചും കാക്കൂനും ഉറക്കില്ല. കാക്കൂനെ വല്ലാതെ ഇപ്പം ഇങ്ങോട്ട് ഇടിപ്പിച്ചലില്ല, കൈ കൊണ്ട് ഭയങ്കര വേദനയാണ്. അപ്പം ഞാൻ തന്നെയാണ് ഇളക്കലും മറിച്ചലും ഒക്കെ. അപ്പം ഇതൊക്കെ പാടായിട്ടേ ഭയങ്കര ക്ഷീണം. ഇപ്പോഴത്തെ ചൂടാണല്ലേ, ഭയങ്കര ചൂടാണ്, വെള്ളത്തിനാണ് ദാഹം, അല്ലാതെ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല അല്ലേ. എല്ലാം നമ്മളറിയണം, വിശപ്പും ചൂടും ദാഹവും ഒക്കെ നമ്മളറിയണമല്ലേ. പട്ടിണി കിടന്ന അവസ്ഥ എന്താണെന്ന് അറിയണം. ഞാൻ കുറേ അനുഭവിച്ചാണ് കേട്ടോ അതൊക്കെ, നിങ്ങൾക്ക് അറിയാമല്ലേ. ഇപ്പം അൽഹംദുലില്ലാ റാത്തായി പോണു കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ കമൻറ്റുകൾ കാണുന്നുണ്ട്, പാത്തു നല്ലോണം നന്നായിക്കണ്, ചൊറുക്ക് വെച്ചിക്കണ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലേഹ്യം തിന്നിട്ടാണോ എന്നിങ്ങനെ ചോദിച്ചിരുന്നു എല്ലാവരും കേട്ടോ. ലേഹ്യം ആ തുടക്കത്തിലൊക്കെ ഞാൻ നല്ലോണം തിന്നിരുന്നു കേട്ടോ. തിന്നിട്ട് തന്നെ നന്നായതാണ്. പിന്നെ നല്ല വിശപ്പൊക്കെ വന്ന് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലേ, ആകെ എല്ലും തോലും. പിന്നെ മനസ്സിക്ക് സമാധാനം ഇല്ലായിരുന്നു. നമുക്ക് മനസ്സിക്ക് സമാധാനം വേണം, അപ്പോഴേ നമ്മൾ തടി നന്നാവുള്ളൂ അല്ലേ. മനസ്സിക്ക് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏറെ ക്ഷീണം വരും, കൊയക്ക് വരും, അതേപോലെ മെലിച്ചിൽ വരും. പിന്നെ ഈ ക്ഷീണം വന്നു കഴിഞ്ഞാൽ, ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അസ്ഥിയുരുക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് തിന്നാലും തടിമ പിടിച്ചൂല. അപ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ എന്തേനി നിങ്ങൾക്ക് ആദ്യം അറിയാമല്ലേ. ഭയങ്കര ടെൻഷനും കാര്യം, ഓവർ ടെൻഷനായിരുന്നു അല്ലേ. എനിക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. മാനസികമായിട്ടൊക്കെ ഞാൻ ഒരുപാട് തളർന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം, കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോസ് എടുത്ത ദിവസങ്ങളുണ്ട്. പറയാതെ തന്നെ നിങ്ങൾ ആ വീഡിയോസിൽ ഇന്ന മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. മുഖം ഞാൻ വല്ലാതെ അങ്ങോട്ട് അന്നൊന്നും വെളിപ്പെടുത്തലില്ലായിരുന്നു കേട്ടോ. ഇതുപോലെ ചെരിച്ചെടുത്ത് കണ്ടൊക്കെ, കാരണം കരഞ്ഞ് കണ്ണ് നിറഞ്ഞ് കണ്ണൊക്കെ ചുമന്ന നമ്മളെ വീഡിയോസിൽ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം അന്നത്തെ വീഡിയോസ് അങ്ങനെ ആയിരുന്നു പറയാം. മനസ്സിക്ക് സമാധാനം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നന്നാവും കേട്ടോ. ഇപ്പം അൽഹംദുലില്ലാ മനസ്സിക്ക് ഇത്തിരി സമാധാനം എനിക്കുണ്ട്. നിങ്ങൾക്കറിയാം, എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഋഷക്ക് ഇപ്പം നല്ല സമാധാനവും സന്തോഷവും മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കത്തിനും കഴിയുന്നുണ്ട്. അത് പടച്ചോൻ തന്നൊരു ഹൈർ തന്നെയാണ്. പിന്നെ നിങ്ങളൊക്കെ നമ്മളെ കൈ പിടിച്ച്
ഉയർത്തിയ ആളുകളാണ്. ഞാൻ എന്നും ദുആയിരിക്കുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥന നമുക്ക് റബ്ബി റഹ്മുമാ കമാ റബ്ബിയാനി സൊഹീറ എന്നായിരിക്കും. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഓരോരുത്തരായിട്ട് വിളിച്ചു പറയലില്ല, കാരണം എനിക്ക് ആരാ എന്താ ഒന്നും അറിയില്ല. നിങ്ങൾ കൈ പിടിച്ച് ഉയർത്തിയ ഒരു ജീവിതമാണ് എൻ്റെ അല്ലേ. പിന്നെ ഓരോ നേരത്ത് റബ്ബ് ഓരോ റഹ്മത്ത് നമുക്ക് ഇട്ട് തരും. ഒന്നാമത് ആ പലിശയിൽ മുങ്ങി നിൽക്കുന്ന ഒരു നേരമാണ്. റബ്ബിൻ്റെ നോട്ടം കിട്ടൂല ആ നേരത്ത്. നമ്മൾ എത്ര ദുആയിരുന്നാലും പലിശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ. അപ്പം അത്രയും പലിശ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു അന്ന്. അതിൽ നിന്നൊക്കെ മുക്തായപ്പോൾ തന്നെ നമ്മളൊരു ബിസിനസ് ചെയ്തപ്പോൾ തന്നെ അതിൽ റബ്ബ് ഹൈറും ബർക്കത്തും തരികയാണ്. അത് അൽഹംദുലില്ലാ നിങ്ങളൊരു സപ്പോർട്ടും കൂടി ഇല്ലോണ്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം, നിങ്ങൾക്ക് അതൊരു പ്രയോജനപ്പെടണം, എന്നാലല്ലേ നിങ്ങൾ പിന്നെയും വാങ്ങുള്ളൂ. അതുതന്നെയാണ് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം കേട്ടോ. കാരണം ഈ വാങ്ങിയോലെ തന്നെ പിന്നെയും വാങ്ങുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളൊരു ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങിയാലും അത് നമ്മളൊരു രക്ഷക്ക് മാത്രം നിങ്ങളൊരു കുപ്പിയെ വാങ്ങുള്ളൂ അല്ലേ. പിന്നെ നിങ്ങളത് വാങ്ങണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ ആളുകൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിലൊരു പ്രയോജനം ഉണ്ടായിട്ടല്ലേ. അൽഹംദുലില്ലാ ഇന്നിപ്പോൾ എനിക്ക് ആ ഒരു ലേഹ്യം വിറ്റിട്ട് ഒരുപാട് സന്തോഷമുള്ള വാക്കുകളും എൻ്റെ മക്കൾ ഇന്ന് അൽഹംദുലില്ലാ നല്ല റാത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഒരുപാട് വോയിസുകൾ എൻ്റെ വാട്സപ്പിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. കരഞ്ഞു കാണ്ടൊക്കെ നമ്മളെ ഈ ഒരു ലേഹ്യം കഴിച്ചിട്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയതും, പിന്നെ ഈ ഒരു PCOD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഗർഭം ധരിക്കാതെയൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, ഓൽക്കൊക്കെ നല്ലൊരു പ്രയോജനം ഉണ്ടായി എന്ന് പറയുമ്പോഴേ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു അനുഭൂതിയാണല്ലോ അല്ലേ. ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പരസ്യം മാത്രം പറയല്ല കേട്ടോ. ഞാൻ ഒരുപാട് അവസ്ഥയിൽ കൂടെ കടന്നു വന്ന ആളാണ്. അത്രയും മോശമായ അവസ്ഥയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകല്ലാതെ കടന്നിരുന്ന ഒരു സാഹചര്യങ്ങൾ എനിക്കുണ്ട്. പറഞ്ഞും പറയാതെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അന്നും ഇന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ കരഞ്ഞിട്ട് പോലും ഉണ്ട് കേട്ടോ. ഒരു ഇത്താത്ത വിളിച്ച് കാണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ. അപ്പോൾ അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മളെ ലേഹ്യം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ വലിയതാക്കി പറയുന്നതല്ല കേട്ടോ. അത് ഒരു വട്ടം ഉപയോഗിച്ചവർക്ക് നന്നായിട്ട് അറിയാം. ഈ ഉപയോഗിച്ചോലൊന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കൊണ്ടിട്ടോ. ആർക്കും അങ്ങനെ വലിയ വിശ്വാസം വരില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്താ കരുതുക, ഓള് വലിയത് പറയണേരുതും. അതൊന്നും അല്ല കേട്ടോ. ഇതെന്താ ജമന്തിപ്പൂവ് മല്ലികപ്പൂവ് കണ്ടോ, ഇത് കാക്കുവിൻ്റെ പിരാന്താണ് കേട്ടോ. പിന്നെ എൻ്റെ എണ്ണൻ്റെ സീക്രട്ടുകളാണ് ആ മൂലക്കലൊക്കെ കിടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിച്ചിട്ടുണ്ടോ അറിയണില്ല. അത് എന്താ പറയുക, തണ്ട് അയിമന്ന് ഇലയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വെള്ളം കൊടുത്ത് ഞാൻ കുഴങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഉഷാറായി കിട്ടിയാൽ ഒരു സമാധാനമായിരുന്നു. നമ്മളെ എണ്ണൻ്റെ ഒരു 3-4 സീക്രട്ട് ഉണ്ട്. മൈഗ്രീൻ്റെ തലവേദന, മുടി കൊഴിച്ചിൽ, താരന്, ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ എൻ്റെ എണ്ണ വാങ്ങണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ പറയലുണ്ട്, ഏത് എണ്ണ വെച്ചാലും താത്ത നീരിറക്കം ഉണ്ടാകുകയാണ്, ഈ മൈഗ്രീൻ്റെ തലവേദന ഉള്ളവർക്ക് എണ്ണ തേക്കാൻ പറ്റില്ല. പക്ഷേ അൽഹംദുലില്ലാ നമ്മൾ എണ്ണ തേക്കുമ്പോൾ ആ ഒരു എന്താ പറയുക നീരിറക്കം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല എന്ന് അറിയുമ്പോഴേ അത് ഭയങ്കര സന്തോഷം കേട്ടോ. അതിന് ഞാനൊരു സീക്രട്ട് അതിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആ മരുന്ന് ഉപയോഗിക്കണോണ്ട് തന്നെയാണ്, മരുന്നല്ല കേട്ടോ ഒരു പച്ചിലാണ്. അപ്പം അത് ഉപയോഗിക്കണോണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത് നീരിറക്കം വരാത്തത്. ഒരു ഇത്താത്ത വിളിച്ച് പറയുന്നുണ്ട്, കഴിഞ്ഞ റമളാനിൽ വാങ്ങൽ തുടങ്ങിയ റിഷ എൻ്റെ എണ്ണ മൈഗ്രീൻ്റെ തലവേദനയൊന്നും ഇപ്പം ഇല്ലടി, എപ്പോഴെങ്കിലും ഉള്ളൂ എന്ന് കേൾക്കുമ്പോഴേ ഒരുപാട് സന്തോഷമാണ്. ഇന്നെ എപ്പോഴും വാട്സപ്പ് ചെയ്യുമ്പോൾ എടി അങ്ങനെ എങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ ഏട്ടത്തിയാൾ, അഞ്ചത്തിയാൾ, ഉമ്മ, സഹോദരി അങ്ങനെ ഞാൻ കാണൽ കേട്ടോ. ചേച്ചിമാർ വിളിച്ചുമ്പോഴും നമ്മളൊരു സഹോദരി എന്ന നിലയിലാണ് എന്നോട് പോലും പെരുമാറൽ കേട്ടോ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വിളിച്ചണവർക്ക് അറിയാം. അപ്പം അത്രയും പ്രയോജനം നമ്മളെ എണ്ണക്ക് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് ഉയരങ്ങളിലെത്താൻ നിങ്ങളെ പ്രാർത്ഥന, നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. അപ്പം അതിനില്ല ഒരു തയ്യാറെടുപ്പും കൂടിയാണ് കേട്ടോ. പിന്നെന്താ കാടും പൊന്തിയൊക്കെ വെട്ടണമെന്നായിരിക്കൂലേ. കുറേ ദിവസമായി അതിനൊന്ന് ഒരുങ്ങി പുറപ്പെടുന്നത്. നോമ്പ് തുറക്കാൻ നേരമാകുമ്പോൾ നമുക്ക് ഭയങ്കര ഊക്കായിരിക്കൂലേ, എന്തും ചെയ്യാനൊരു ഭയങ്കര ഇതായിരിക്കൂലേ. അപ്പോൾ ആ ഒരു മതിലിൻ്റെ അടിയിൽ ഒരുപാട് കച്ചറകളുണ്ട് നമ്മളെ മക്കൾ എടുത്തിടണം. ഇപ്പം മതിൽ കെട്ടിയിട്ട് അങ്ങനെ എടുത്തിടണമൊന്നുമില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഓല തിന്നണമൊക്കെ ചിലപ്പോൾ ഗേറ്റിൻ്റെ അതിൽ പാറി പോട്ടോ, ലെയ്സോ കുയിസോ ഒക്കെ തിന്നുകാണ്ട്. അപ്പോൾ ആ കുപ്പിയും പാട്ടയൊക്കെ ഒന്ന് പൊറുക്കണം. പിന്നെ ആ കാട് അതൊന്ന് വെട്ടി വൃത്തിയാക്കണം. മനുഷ്യന്മാർ നടന്ന് പോണേല അന്തിക്കൊക്കെ അല്ല ജന്തുക്കളൊക്കെ ഒളിഞ്ഞിരിക്കും. നമ്മളെ മക്കളെ തന്നെ എന്തെങ്കിലും
എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി പോയിക്കാണ്ടൊക്കെ എടുക്കലുണ്ട് അന്തിപ്പോൾ അതിർക്കാൻ മൂലൊക്കെ പോയിക്കാണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്നാണ് നന്നാക്കി ബൗസാക്കട്ടെ. ഇത് ബൗസാക്കാലെ പേടി എന്താണെന്നോ, ഇത് ഇടാനുള്ള സ്ഥലമില്ലായിട്ടാട്ടോ എവിടുക്കാൻ ഞാടുക. പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മളെ അപ്പുറത്ത് ഇത്താത്താൻ്റെ ആ തെങ്ങിൻ്റെ ഒട്ട് കിട്ടും. അവർ നല്ലൊരു സ്നേഹമുള്ള മനുഷ്യന്മാരാട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലേ, നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ തന്ന മനുഷ്യന്മാരാണ്. വെള്ളം വഴി ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഹയറാണല്ലേ. അപ്പം അത് അങ്ങോട്ട് അങ്ങനെ ഇട്ടു കേട്ടോ. അടിഭാഗം ഞാൻ ഇട്ടില്ല. ഒന്നാമത് അടിഭാഗത്ത് കച്ചറുണ്ട്. അത് ഞാൻ താങ്ങി പിടിച്ചിക്കാണ്ട് അങ്ങോട്ട് മേലേക്ക് കൊണ്ടോട്ടെ. ആ മൂലക്കൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടുകാണ്ട് ശരിയാക്കട്ടെ എഴുതി. അപ്പോത്തിന് ചടപടാ ബലി സാധനങ്ങളൊക്കെ കൊണ്ടല്ലോ തുടങ്ങിട്ടോ. ഒന്നാമത് ബാങ്ക് കൊടുക്കാനയക്കണ്. ഞാനാണെങ്കിൽ കുഴങ്ങിക്കണ് കേട്ടോ. ഒന്നാമത് ആ കാടും ആകൊക്കെ ഇങ്ങോട്ട് വെട്ടിയിട്ടേ. അപ്പോൾ ഇതിന് കാക്കു എന്താ പറയുക, ഒരു മുട്ട ഒരു ഉണ്ട സാധനം കൊടുത്തുക്കണു കേട്ടോ. വത്തക്കൻ്റെ പോലെ തന്നെയാണ്. നമ്മളൊരു കറൂത്ത ഉണ്ടാവുമല്ലോ, കറൂത്തൻ്റെ ഒക്കെ മാതിരി കേട്ടോ, മത്തൻ്റെ ഒക്കെ മാതിരി. അതൊന്ന് പല്ലടിച്ചണാണല്ലോ മക്കളെ. എന്നാൽ പിന്നെ അതൊന്നാണ് അടിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ കാക്കു പറയാം, ഞാൻ അടിച്ചുകൊണ്ട് കുഴങ്ങിയല്ലേ ആയിരുന്നു കണ്ടേ. അപ്പോൾ കലക്കി പറഞ്ഞപ്പോൾ ഉണ്ടാക്കിക്കണ്, ഇറച്ചി ഉണ്ടാക്കിക്കണ് കേട്ടോ. ഞാൻ എൻ്റെ ഷെയ്മോളോട് അത് നോക്കാൻ പറഞ്ഞ് പോയതാ മക്കളെ. അപ്പോൾ ഇതിന് ഓള് ആ ശ്രദ്ധ വിട്ട് പോയതാണ്. ചട്ടി രണ്ടാമത് എരപ്പായി കേട്ടോ. ഇനിയിപ്പോൾ എന്നാ ഞാനിനി ആ ചട്ടിയിൽ അപ്പം കിട്ടുക, എത്ര നേരം നിൽക്കണമെന്നോ. പാർന്നാ മനുഷ്യന് ദേഷ്യം വരും. നല്ലേൽക്കിന് കിട്ടീനാണ് കേട്ടോ. അതിൻ്റെ ഒരു ദേഷ്യമാണ് ഷെയ്മോളെ ചീത്താറിന് കണ്ടാൽ ഞാൻ എടുക്കണം കേട്ടോ. പിന്നെ ആ മത്തങ്ങ ജ്യൂസ് അടിച്ചട്ടെ, ബത്തക്കയും ജ്യൂസ് അടിച്ചട്ടെ കേട്ടോ. നിങ്ങൾക്ക് അറിയിച്ച് ബത്തക്ക ജ്യൂസ് വേണമെന്ന്. ഓല് ഇനിയിപ്പോൾ എന്ത് കൊടുന്ന് അടിച്ചാലും ഇച്ച് ബത്തക്ക ജ്യൂസ് വേണം കേട്ടോ. അപ്പോൾ തടി എന്തുകൊണ്ടാന്ന് അധികം ആൾ ചോദിച്ചതിന് ഉത്തരം അതന്നെയാണ്. അന്ന് ലേഹം തിന്നിരുന്നു. പിന്നെ ഞാൻ നിർത്തി കേട്ടോ. കുറേ കഴിച്ച് നമ്മളെ തടി നന്നായി ഉഷാറൊക്കെ ആയി നമ്മളെ സുഖം കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഞാനവിടെ നിർത്തിയിരുന്നു കേട്ടോ. കാക്കു ഇങ്ങനെ ചീത്താറ് ഓവറായി കഴിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എന്തും നമ്മൾ ഓവറായി കഴിക്കുമ്പോൾ അധികമായ അമൃതും വിഷം പറഞ്ഞ പോലെയല്ലേ. അപ്പം ഞാൻ അതാണ് നിർത്തിയിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്നോ, അതിൻ്റെ രസം കൊണ്ട് ഞാൻ എല്ലാം കുപ്പിയും പാക്കിലൊക്കെ ആക്കി കഴിഞ്ഞാൽ ആ ചട്ടിൻ്റെ അടി ഉണ്ടാവുമല്ലോ, അത് ഞാൻ സ്പൂൺ കൊണ്ട് അങ്ങനെ ബരണ്ടി തിന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ലേഹ്യം കേട്ടോ. അപ്പം അതുകൊണ്ടായിരിക്കും ആ തടി അങ്ങനെ നിലനിന്ന് പോകണം കേട്ടോ. നോൽമ്പിലും ഞാൻ അത്ര ക്ഷീണിച്ചോന്നുമില്ല കേട്ടോ. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ടീസ്പൂണൊക്കെ കഴിക്കും. ഒന്നാമത് എന്താണെന്നോ, എന്നാൽ ക്ഷീണത്തിന് നല്ല മാറ്റം ഉണ്ടാവും ലേഹ്യം കഴിക്കുമ്പോൾ കേട്ടോ. ഒരു നേരെ കഴിക്കുള്ളൂ ഞാൻ കേട്ടോ. കാരണം ഞാൻ ആവശ്യത്തിന് തടിയില്ലേ മക്കളെ, ഇനി കൂടുതലാവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഷെയ്മോളെ ചീത്താറിയാണ് അപ്പച്ചട്ടിയിൽ നിന്ന് അപ്പം കിട്ടായിട്ട് കേട്ടോ. കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ ഞാൻ ആ അടിഭാഗം ഒന്നാണ് നന്നാക്കട്ടെ എഴുതിക്കണ്ടേ. അത് ഉച്ചക്കൊന്നും കഴിച്ചൂല, നമുക്ക് ഏറെ കുഴക്കാരും. ആ ഒരു നോമ്പറക്കാൻ നേരത്തെ നമുക്ക് ഭയങ്കര ഊക്കായിരിക്കൂലേ, ഭയങ്കര ശക്തിയായിരുന്നു. ആ നേരത്ത് പോയിക്കാണ്ട് കാടൊക്കെ വെട്ടിയതാണ് കേട്ടോ. ആ ഒരു നേരം കൊണ്ട് ഓളോട് ഞാൻ അപ്പം ചുടാൻ പറഞ്ഞിരുന്നു. ഓളെ ചുടലാണ് ഇപ്പം ഇങ്ങനെ ആയത് കേട്ടോ. കാക്കു ജ്യൂസ് അടിച്ചിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ നോക്കിക്കുന്നുണ്ട് കേട്ടോ. ബേബിയൊക്കെ നല്ല പനിയായിരുന്നു. ഇപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ചിക്കാണ്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും മിനുവിനും പൊന്നുവിനും ഇങ്ങനെ ആവി അടിച്ചണൊക്കെ. പിന്നെ നമ്മളെ ലേഹ്യം വേണ്ടിയോല് പെട്ടെന്ന് വിളിച്ചോളി, എണ്ണയും വേണ്ടിയോല് പെട്ടെന്ന് വിളിച്ചോളി. ആ കോംബോ ഓഫർ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഒന്നാമത് പിന്നെയും നമ്മളെ സബ്സ്ക്രൈബേഴ്സുമാർ നമ്മളെ സപ്പോർട്ട് ചെയ്യണ മുത്തുമണികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇനി നിർത്തി വെച്ചാലും ഞാൻ റിഷാന്ന് വിളിച്ചുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ പാത്തോന്ന് വിളിച്ചും ചിലവർ ആ ഫോൺ എടുത്താൽ അങ്ങനെ വിളിച്ചുമ്പോഴേ നമ്മളൊരു കുടുംബം കഴിയണ പോലെ ആയാലല്ലേ. ഏകദേശം 3-4 വർഷമായില്ലേ നമ്മൾ ഒപ്പം അങ്ങനെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ നിൽക്കണം. അങ്ങനെ വിളിച്ചുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പം ഞാൻ എന്ത് കാട്ടിയെന്നോ, ഒന്നും കൂടി അങ്ങോട്ടേ ആ കോംബോ ഓഫർ അങ്ങോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഷെയ്മോള് തിന്നലുണ്ടോ ലേഹം ചോദിച്ചിരുന്നു. ഷെയ്മോളും കുറച്ചൊക്കെ തിന്നിരുന്നു. ഓളിപ്പോൾ തടിയൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ നിർത്തി. പെൺകുട്ടികളല്ലേ ഓവറായിട്ട് തടി നന്നാണ്ടാ കരുതി റിതും തിന്നലുണ്ട് കേട്ടോ. പിന്നെ ഇച്ചുമ്മ തിന്നിരുന്നു. പിന്നെ ഞാൻ നിർത്തിച്ചു. ഇച്ചുമ്മ അങ്ങനെ ഓവർ തടിയും കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോൾ എനിക്ക് പേടിയാവുക. അങ്ങനെ ഓവറായിട്ട് കുട്ടികളങ്ങനെ ഒരുപാട് കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്ക് കൊടുക്കുക 10 വയസ്സിന് താഴെ 5 വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് 2 നേരം വെച്ചിട്ട് കൊടുക്കുക ലേഹ്യം എന്ന് ഞാൻ പറയലുണ്ട്. അതെന്താണെന്നോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികളെ ഒരുപാട് വാരി തിന്നാൻ സമ്മതിക്കരുത്. അങ്ങനെ തിന്നുമ്പോൾ കുട്ടികൾ ഓവറായിട്ട് ഭക്ഷണം തിന്നും. അപ്പോൾ 2 നേരം വെച്ചിട്ട് കുഞ്ഞ് ടീസ്പൂണ് ഓരോ ടീസ്പൂൺ വെച്ച് കൊടുക്കുമ്പോൾ ഒരു പാകത്തിന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കും. പിന്നെ ആ കുട്ടികൾക്ക് എപ്പോഴും ഞാൻ 1 ബോട്ടിലോ 2 ബോട്ടിലോ അതിൻ്റെ മേലേക്ക് കൊടുക്കാൻ ഞാൻ പറയലില്ല. 500-ൻ്റെ 2 ബോട്ടിൽ മക്കൾക്ക് കൊടുത്താൽ മതി കേട്ടോ. വലിയവരൊക്കെ ആണെങ്കിൽ 1 മാസങ്ങൾ കഴിക്കണം കേട്ടോ. ഒന്നാമത് 1 മാസം കഴിക്കണം എന്ന് പറയുന്നത് എന്താണെന്നോ, ആദ്യത്തെ ബോട്ടിലിന് നമ്മൾ അസ്ഥിയുരുക്കം കാര്യങ്ങളൊക്കെ കുറയാനാണ്. 2ാമത്തെ ബോട്ടിൽ നല്ല വിശപ്പ് വരും. 3ാമത്തെ ബോട്ടിൽ നമ്മളെ തടി
നിലനിന്ന് പോകാനാണ്. ഞാൻ എന്തിനാ ചിരിച്ചണെന്നോ, ഷെയ്മോള് പറയണേ അത് തരിച്ചൂല അമ്മ, ഇനി താത്തമാരും ചേച്ചിമാരൊക്കെ നിങ്ങളെ കളിയാക്കും, പോത്തോ അത് തരിച്ചൂലാറിന് കണ്ട്. ഒരു മത്തങ്ങ പോലെയുള്ള ഒരു സാധനമാണ് ഇയാളെ, അത് ഇങ്ങനെ തരിച്ചോ നിച്ച പൊടിയാടിയില്ല അതൊന്നും കേട്ടോ. ഞാനത് അങ്ങോട്ട് തരിച്ചു. അമ്മക്കിപ്പോൾ അതിനെ പറ്റിയൊന്നും പൊടിയാടില്ല. ഇപ്പോഴല്ലേ ഇപ്പം നമ്മൾ ഇങ്ങനത്തെയൊക്കെ സാധനമൊക്കെ വാങ്ങി ഉസാറായാലും തുടങ്ങിയത്. അപ്പം ലേഹ്യം വേണ്ടിയല്ലോ പെട്ടെന്നാണ് ഓർഡർ ചെയ്തോളി. ഇന്നലെ ഉണ്ടാക്കിയ സാധനമാണ് നമ്മൾ അടിപൊളി നട്സ് ലേഹം, അതേപോലെ നമ്മളെ കാച്ചിയ എണ്ണ കേട്ടോ. അപ്പോൾ ഉയരങ്ങളിലെത്താൻ നിങ്ങളെ സപ്പോർട്ട് വേണം, നിങ്ങളെ ദുആം വേണം, എല്ലാം വേണം കേട്ടോ. കാരണം നമ്മൾ എന്തൊക്കെ ആവാൻ പോവുകയാണെന്ന് എന്തോ ഒരു തോന്നൽ എനിക്ക് കേട്ടോ. നമ്മളിങ്ങനെ നടുകടലിൽ നിൽക്കുമ്പോൾ എന്തോ എവിടുന്നോ ഒരു വിളി കേൾക്കണമെന്ന് പറയില്ലേ, അതേപോലെ വിളികളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് അതൊക്കെ കേട്ടോ. ഒരുപാട് കോളുകളും മെസ്സേജുകളും വരുന്നത് നമ്മളെ ലേഹ്യത്തിൻ്റെ ഒരു മഹിമ പറയാക്കാൻ വയ്യ കേട്ടോ. അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് എണ്ണയും. അപ്പോൾ ലേഹ്യം ആദ്യമായിട്ട് ഇതിങ്ങനെ കേൾക്കണവർക്ക് മനസ്സിലാവില്ല എന്തിനില്ലാന്ന്. അപ്പോൾ ലേഹ്യം പ്രസവിച്ച് കിടക്കണവർക്ക് നന്നായിട്ട് പാലുണ്ടാവും. പിന്നെ കാര്യമായിട്ട് കഴിക്കണത് 10 വയസ്സിന് മേലെയും 10-15-40 വയസ്സിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് കേട്ടോ. സ്ത്രീകൾക്കാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൽക്ക് ആ അസ്ഥിർക്കം കാര്യങ്ങൾ, ഈ കെട്ടിച്ചാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ലേ പറ്റ മെലിഞ്ഞിട്ട്, ഓൽക്കാണ് നമ്മളെ ലേഹ്യം ഏറ്റവും പ്രയോജനമാണ് കേട്ടോ. ഓല് പറയില്ല, അമ്മമാരോടൊന്നും ചില കുട്ടികൾ പറയില്ല. അപ്പോൾ അസ്ഥിർക്കം കാര്യങ്ങൾ കുറഞ്ഞ് ബ്ലഡ് കൗണ്ട് കൂടി നല്ല വിശപ്പ് വന്ന് തടി നന്നായി നല്ല സുന്ദരി കുട്ടികളാവും കേട്ടോ. പിന്നെ കെട്ടിച്ച പെൺകുട്ടികളും അങ്ങനെ തന്നെ മുല കൂട്ടി കഴിഞ്ഞാൽ ലേറ്റങ്ങൾ പറ്റ അങ്ങോട്ട് ഉണങ്ങി ഉണക്കച്ചുള്ളിക്കൊമ്പോൾ അങ്ങോട്ട് പാറ്റ മെലിഞ്ഞിട്ട് പൊന്നാര മക്കളെ ഓൽക്കും തന്നെ സൂപ്പറാണ്. പിന്നെ ഉമ്മമാരൊക്കെ എന്തിനാ കഴിക്കണമെന്ന് വെച്ചാൽ ക്ഷീണത്തിന് കഴിച്ചാൽ മതി കേട്ടോ. ഷുഗർ പേഷ്യൻറ്റുകൾ കഴിക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് ആൾ ചോദിച്ചിരുന്നു. ഉമ്മമാർ വാങ്ങലുണ്ട്, ചേച്ചിമാരും വാങ്ങലുണ്ട്. ഓൽക്ക് 2 നേരം വെച്ചിട്ട് ഓല ഇഷ്ടപ്രകാരം വാങ്ങാം കേട്ടോ. മധുരത്തിന് ഞാൻ അതിൽ കൂടുതൽ ഈത്തപ്പഴം ഇത്തിരി ശർക്കരപ്പാനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ താല്പര്യപ്രകാരം കഴിക്കാം കേട്ടോ ഷുഗർ പേഷ്യൻറ്റുകൾ. പിന്നെ ആണിന് പെണ്ണിന് ആർക്കും ഒരു വ്യത്യാസമില്ലാതെ കഴിക്കാം നമ്മളെ ലേഹ്യം. നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു ചമർപ്പോ കയ്പോ ഒന്നും നമ്മളെ ലേഹത്തിന് ഉണ്ടാവില്ല. നട്സിൻ്റെ ലേഹം തേച്ചു നിങ്ങൾക്ക് വിളിച്ചാട്ടോ, കാരണം അതിങ്ങനെ കടിച്ചുകൊണ്ടായിരിക്കും തിന്നണം. ഒരു വ്യത്യസ്തമായ ലേഹ്യം തന്നെയാണ് നമ്മളത് കേട്ടോ. പിന്നെന്താ മക്കളെ, എണ്ണയും തന്നെ മൈഗ്രീൻ്റെ തലവേദന, മുടി കൊഴിച്ചിൽ, താരൻ, ഇതിനൊക്കെ അല്ലേ തന്നെയാണ്. നമ്മളെ എണ്ണ സൂപ്പറാകാൻ പോവുകയാണ് കേട്ടോ. ഞാൻ പറയാതെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുതിയ അപ്ഡേഷനുകളൊക്കെ വരട്ടെന്നിട്ട് നിങ്ങളെയൊക്കെ അറിയിക്കണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ സപ്പോർട്ടില്ലോണ്ട് തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാ ഞാൻ എപ്പോഴും നിങ്ങളെ ഓർക്കലുണ്ട്, അന്നും ഇന്നൊക്കെ കേട്ടോ. പിന്നെന്താ ബത്തക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു മത്തങ്ങ ഉണ്ടല്ലോ അതും ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അതിനാണ് ആ ചിറിച്ചണ മുഴുവനും കേട്ടോ. പിന്നെന്താ സമൂസ ഒന്നും കടി ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഞാൻ കലക്കി പറഞ്ഞപ്പം ഇറച്ചി ഉണ്ടാക്കിന് അതാണ് കൊടുക്കാമെന്ന് കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ ഷെയ്മോൾ ഇങ്ങനെ പറയാം എണ്ണക്കടി വേണം. അപ്പം പിന്നെ താഴത്തുനിന്ന് ലേശം സമൂസയൊക്കെ വാങ്ങിക്കൊടുന്നു കേട്ടോ. ഒരു 12 സമൂസ വാങ്ങിക്കൊടുന്നു. അപ്പോൾ പിന്നെ എന്നും ഇവിടെ ഉണ്ടാക്കാൻ അയക്കൂല കാക്കൂട്ടോ, എണ്ണക്കടി ഓവറാവണ്ടെന്ന് പറഞ്ഞു കാണ്ടേ. പിന്നെന്താ നിങ്ങൾക്ക് സ്റ്റിക്ക് കാണിച്ചു തന്നിട്ടില്ല. കൂടുതൽ ആൾ ചോദിച്ചിരുന്നു സ്റ്റിക്ക് ഇവിടെ റിഷ കാണിച്ചോണ്ടാർന്ന് കണ്ട്. അതിൻ്റെ ഒരു വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് സ്റ്റിക്ക് കേട്ടോ. ഏകദേശം 300 റുപ്യൊക്കെ ആയിട്ടോ നമ്മളെ സ്റ്റിക്കിന്. ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. റിതുവിനെ എങ്ങനെ വിളിച്ചിട്ടുണ്ട്, റിതു ബത്തക്ക മുറിച്ചടാ പറഞ്ഞു കണ്ട് കേട്ടോ. ബത്തക്ക മുറിച്ചാൽ എനിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആ ബത്തക്കയൊക്കെ ജ്യൂസ് അടിച്ചാലും ഇതിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ തോടൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ പൈജിൻ്റെ കാടിയിൽ ഇടും കേട്ടോ. ചെറുതാക്കി മുറിച്ചണം. എനിക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര തെറുപ്പതിയാണ് കേട്ടോ. പണ്ട് നമ്മളോടെ പൈജൊക്കെ അല്ലാന്നേ അതങ്ങനെ ചേലായിട്ടായിരിക്കും. എനിക്ക് ബത്തക്കത്തോലൊക്കെ കണ്ടാൽ അതങ്ങനെ മുറിച്ചിടണം. എനിക്ക് ഭയങ്കര തെറുപ്പതിയാണ് കേട്ടോ. ചിലപ്പോൾ നേരം ഉണ്ടാവില്ല, നേരമില്ലാത്തപ്പോൾ ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ഇടും കേട്ടോ. ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ അയക്കണം. പിന്നെന്താ മല്ലികപ്പൂവ് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോ ആണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. അത് നമ്മളെ മിന്നും പൊന്നും ബൗസാക്കും. ഞാൻ പറഞ്ഞിരുന്നു കാക്കുവിനോട് അതൊന്നും കൊണ്ടുവരണ്ട. കാക്കുവിന് അങ്ങനത്തെ ഒക്കെ തീർപ്പതി എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അതൊക്കെ മക്കൾ വലിയതായാൽ പറ്റും. വലിയ മല്ലികപ്പൂവില്ലേ മഞ്ഞയും ഓറഞ്ചും കളറ് അതാണ് കൊടുന്നിക്കണത് കേട്ടോ. അതാണെങ്കിലോ ആ ചട്ടി 100 റുപ്യക്ക് 5 എണ്ണം കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് അതിലിട്ടുകാണ്ട് അങ്ങോട്ട് കുഴിച്ചിട്ടിക്കുകയാണ് കേട്ടോ. എവിടെ നമ്മളെ പൊന്നും മിന്നുവിൻ്റെ അടിയിലൊന്നും അതൊന്നും നടക്കൂല മക്കളെ. പിന്നെ അതങ്ങനെ തീർപ്പതിക്ക് കൊടുന്നു എന്നുള്ളൂ കേട്ടോ. ചട്ടിയിലൊക്കെയാണ് അതിൻ്റെ മുകളിലൊക്കെ കുഴിച്ചിടരുത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലമാണ്. ഞാനിൻ്റെ എണ്ണൻ്റെ സാധനങ്ങളൊക്കെ ഇലകളും വേരുകളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിപ്പോൾ അവിടെയും ഇവിടെയും മലയിലും കുന്നിലും പോയി എടുക്കാനാവില്ല എന്ന് കരുതിയിട്ടാണ് മലയ്ക്ക് കയറല കേട്ടോ. എണ്ണൻ്റെ സാധനങ്ങൾക്കൊക്കെ നമ്മൾ നാച്ചുറൽ സാധനങ്ങളാണ് എടുക്കൽ കേട്ടോ. അപ്പം അത് നമ്മൾ നാടൻ
സാധനം കിട്ടണമെങ്കിൽ മലയേക്കും കുന്നുക്കൊക്കെ കയറണം. ഞാനും കാക്കും പോവും, അല്ലെങ്കിൽ ഞാനും റിതും പോകും കേട്ടോ. ഇവിടെ ഒരു വലിയ മല ഉണ്ട് കേട്ടോ. ആ മലയ്ക്ക് എവിടേക്കെങ്കിലൊക്കെ അങ്ങോട്ട് പോവലാണ് കേട്ടോ. പിന്നെ റിതുവിനോട് പറഞ്ഞ് വന്നിക്കാണ്ട് അതങ്ങോട്ട് നുറുക്കിക്കൂടി നേരം കുറേ അയക്കണ് പറഞ്ഞു. അപ്പം പിന്നെന്താ ഡ്രസ്സ് എടുത്തോന്നായിരിക്കൂലേ. മക്കൾക്ക് ബേബിയാക്ക് കൊടുത്തു, നമ്മൾ ലിനു മോൾക്ക് കൊടുത്തു, ഇച്ചു മോൾക്ക് കൊടുത്തു കേട്ടോ. ഷെയ്മോളും റിതു കൊടുത്തിട്ടില്ല. അപ്പോൾ ഓല് ഞാൻ പറഞ്ഞ് 2 ദിവസം കൂടിയും കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഡ്രസ്സുകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെന്താ നിങ്ങളെയൊക്കെ വിശേഷം? അപ്പം നമ്മളെ എണ്ണയും ലേഹ്യവും കോംബോ ഓഫർ തീർന്നിട്ടില്ല. പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചോളി കേട്ടോ. ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളി. പ്രസവിച്ചെടുക്കണവരൊക്കെ ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ നോൽമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ കല്യാണമൊക്കെ ആയി നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ വിളിച്ചോളി കേട്ടോ. അപ്പം തന്നെ ഓരോ ബോട്ടിൽ തിന്നോളി. നോൽമ്പ് കഴിഞ്ഞ പാടന്നെ 3 നേരം വെച്ചിട്ട് കഴിച്ചോളി. പിന്നെ എൻ്റെ ഷെയ്മോള് നിറം വെച്ചിക്കണ കണ്ടില്ല നിങ്ങളിങ്ങനെ ചോദിച്ചിരുന്നല്ലോ അതിലാരോ. എന്നിട്ട് എൻ്റെ ഷെയ്മോള് നിറം വെച്ചിട്ടില്ലല്ലോ എന്ന്. ഷെയ്മോള് നിറം വെച്ചിക്കണം, നിങ്ങൾ കണ്ടില്ലേ, നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓവറായിട്ട് എൻ്റെ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. കാരണം ചെറിയ പെൺകുട്ടിയല്ലേ, കുറേ ഒന്നും നമ്മൾ ഓവറായിട്ട് കൊടുക്കണ്ട. ഒരു 3 ബോട്ടിലിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ ഏത് കുട്ടികൾക്കും പറയലില്ല കേട്ടോ. നമ്മളെ പൈസ മാത്രം നോക്കിയാൽ പോരല്ലോ. അപ്പം ഞാൻ എല്ലാ കുട്ടികളും നമ്മളെ കുട്ടികൾ തന്നെയാണ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് 3 ബോട്ടിലിൻ്റെ അപ്പുറം ചെറിയ മക്കൾക്ക് കൊടുക്കണ്ട പറയലുണ്ട്. ചെറിയ മക്കൾ പറഞ്ഞാൽ അതേപോലെ 13, 14 വയസ്സായ മക്കൾക്ക് കേട്ടോ. പിന്നെന്താ നിങ്ങളെയൊക്കെ വിശേഷങ്ങളോടെയൊക്കെ എന്താ ഉണ്ടാക്കിയിരിക്കണത്? എൻ്റെ ഒന്ന് കലക്കിപ്പാർന്നപ്പം അതേപോലെ നമ്മളെ ഇറച്ചിയും പോത്തിറച്ചിയും അപ്പം നേർച്ചക്ക് കിട്ടിയത് തന്നെ കേട്ടോ. ഇറച്ചി അത് മുറിച്ച് കാണ്ട് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. കാരണം അതിൻ്റെ പിറ്റേന്ന് പിന്നെ നോൽമ് സൽക്കാരൊക്കെ ആയിരുന്നു മൂത്തച്ഛൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോലൊക്കെ ആയപ്പോഴേ ഞാനത് എന്ത് കട്ടിയെന്നോ ഒക്കെ ഫ്രിഡ്ജിക്ക് വെച്ചു കേട്ടോ. ഞാൻ ഏകദേശം കുഴങ്ങിയിരിക്കണം കേട്ടോ. മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. പിന്നെ ഒക്കെ കഴിഞ്ഞുകാണ്ട് വീഡിയോ എടുക്കൽ നടക്കൂല നിങ്ങൾക്ക് അറിയില്ലേ. ഈ കൈയൊക്കെ കഴുകി നോമ്പറക്കാൻ പോകട്ടെ കേട്ടോ. ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റോളം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി കേട്ടോ. വാട്സപ്പ് ചെയ്ത് വെച്ചോളി. അസ്സലാമു അലൈക്കും.